കിഫ്ബി പുനഃസംഘടനയെ പറ്റി പഠിക്കാൻ സമിതിയെ നിയോഗിച്ച് സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. മുൻ IAS ഉദ്യോഗസ്ഥയായ സുധാ പിള്ള അധ്യക്ഷയായ 5-അംഗ കമ്മിറ്റിയാണ് നിയോഗിച്ചത്. 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രശാന്ത്, മുൻപത്തെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കണം, സമഗ്രമായ ഒരു അഴിച്ചുപണി ഉണ്ടാകണം തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് സർക്കാരിന് മുന്നിലുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഒരു സമിതിയും വന്നിരിക്കുന്നത്. എങ്ങനെയായിരിക്കും നീക്കങ്ങൾ? സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് VD സതീശൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള കിഫ്ബിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ഈ കിഫ്ബിയുടെ പ്രവർത്തനം സംബന്ധിച്ച പഠനം നടത്താനുള്ള സർക്കാർ ഉത്തരവ്. ഇതുപ്രകാരം മുൻ റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥയായ സുധാ പിള്ളയെ ചെയർപേഴ്സണായുള്ള 5-അംഗ സമിതിയെയാണ് സർക്കാർ നിയോഗിച്ചിരിക്കുന്നത്. ഇതിൽ മറ്റംഗങ്ങൾ ശ്യാം ശ്രീനിവാസൻ, ഫെഡറൽ ബാങ്ക് മുൻ COയും MD ആണ്. അതുപോലെ തന്നെ നീലേഷ് വിക്രം സെൻ, മറ്റംഗങ്ങൾ ശുഭാലക്ഷ്മി, അതുപോലെ തന്നെ തരുൺ ബജാജ്. ഇവരെല്ലാം തന്നെ ഈ റവന്യൂ സെക്രട്ടറി ആയിരുന്നവരും അതുപോലെ തന്നെ കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഉദ്യോഗസ്ഥരുമായിരുന്നവരാണ്, ഫോർമർ ഡയറക്ടറായിട്ടിരുന്നവരാണ്. അപ്പോൾ ഇവരെല്ലാം അടങ്ങിയ ഒരു 5-അംഗ സമിതിയാണ് ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഇവർ ഏതെല്ലാം കിഫ്ബിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് പരിശോധിക്കേണ്ടത് സംബന്ധിച്ച ടേംസ് ആൻഡ് റെഫറൻസും സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. 11 ടേംസ് ആൻഡ് റെഫറൻസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിന് പുറമെ ഇവരെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കൺവീനറായും TV അനുപമ IAS ഗതാഗത സെക്രട്ടറിയും അതുപോലെ തന്നെ സച്ചിൻ ദേവ് യാദവ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ മറ്റൊരു IAS ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ APS ആയ തിലകനും അടങ്ങിയ ഒരു സംഘത്തെയും ഇവരെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. ഏതായാലും 56,000 കോടി രൂപയുടെ ബാധ്യതയാണ് കിഫ്ബിയിലൂടെ സർക്കാരിന് ഇപ്പോൾ ഉള്ളത് എന്നതാണ് ധവളപത്രത്തിലൂടെ VD സതീശൻ സർക്കാർ പൊതുസമൂഹത്തോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഖജനാവിനെ സംസ്ഥാനത്തിന്റെ വരുമാനം കൂടി ചോർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കാരണം സംസ്ഥാനത്തിന്റെ മോട്ടോർ വാഹന നികുതി അടക്കമുള്ള വരുമാനത്തിൽ നിന്നാണ് കിഫ്ബിയുടെ വായ്പയുടെ തിരിച്ചടവ്. അപ്പോൾ സംസ്ഥാന ഖജനാവിലേക്ക് എത്തേണ്ട വരുമാനത്തിന്റെ പങ്ക് കിഫ്ബിയുടെ ബാധ്യതയായിട്ട് പോകുന്നു. മാത്രമല്ല കൂടുതൽ പലിശ അടച്ചാണ് കിഫ്ബിയുടെ ബാധ്യത സർക്കാരിന് ഒരു അധിക ബാധ്യതയായി മാറുന്നത്. അപ്പോൾ കിഫ്ബി ഒരു റവന്യൂ മോഡലാക്കി, വരുമാനമുള്ള മാതൃകയാക്കി എങ്ങനെ മാറ്റാം എന്നത് സംബന്ധിച്ച പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് VD സതീശൻ സർക്കാർ പരിശോധിച്ചത്. അതുമായി ബന്ധപ്പെട്ട് വിദഗ്ധരുടെ അഭിപ്രായം ആരാഞ്ഞ് കിഫ്ബിയെ ഒരു വരുമാന മാതൃകയാക്കി മാറ്റുന്നതിനുള്ള പൊളിച്ചെഴുത്ത് തന്നെയാണ് ഈ സമിതിയിൽ നിന്ന് സംസ്ഥാന സർക്കാർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. കിഫ്ബി അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ ബജറ്റിൽ കിഫ്ബിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ കിഫ്ബിയുടെ പുനഃസംഘടന ഏത് രീതിയിലായിരിക്കുമെന്ന് നിർദ്ദേശം ഉണ്ടായിരുന്നില്ല. കാരണം ഇത്തരത്തിൽ ഒരു പഠന സമിതിയെ വെച്ച് അങ്ങനെ ഒരു നിർദ്ദേശം അത് പരിശോധിച്ച് അതിനനുസരിച്ച് മാറ്റം കൊണ്ടുവരിക എന്നതുകൊണ്ട് മാത്രമാണ് അത്തരമൊരു നിർദ്ദേശമൊന്നും ബജറ്റിൽ ഉണ്ടാകാതിരുന്നത്. ഏതായാലും ഈ പ്രധാനപ്പെട്ട പഠനത്തിന് ശേഷം, ഈ 5-അംഗ സമിതിയുടെ പഠനത്തിന് ശേഷം കിഫ്ബിയിൽ കാതലായ മാറ്റം കൊണ്ടുവന്ന് കിഫ്ബിയിലൂടെയുള്ള വായ്പ. പ്രശാന്ത്, എന്തായാലും പ്രധാനപ്പെട്ട തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കിഫ്ബിയെ പറ്റി പഠിക്കാൻ സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ് സർക്കാർ. ആ ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട്. കിഫ്ബിയെ കുറിച്ച് പഠിക്കും, മുൻകാല പ്രവർത്തനങ്ങളൊക്കെ തന്നെയും പരിശോധിക്കും എന്നുള്ളതാണ് തീരുമാനമായി വന്നിരിക്കുന്നത്. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.